എല്ലാവരും യൂസഫ് അലി സാഹിബിനെയും അല്ലെങ്കിൽ ആസാദ് മൂപ്പനെയും അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്നുള്ളൂ. പൊട്ടിപ്പൊളിയുന്നത് ആരും കാണില്ല. യുദ്ധം എന്ന് പറയുന്നത് സത്യത്തിൽ സൗദി അറേബ്യക്ക് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ലാഭത്തിലാണ് പോകുന്നത്. ഇപ്പോഴും സൗദി അറേബ്യ എന്ന് പറയുന്നത് ബർക്കത്തുള്ള മണ്ണാണെന്നാണ് കച്ചവടക്കാർ പറയാം. ന്യൂ ജനറേഷൻ ഭയങ്കരമായിട്ട് സൗദി അറേബ്യയിൽ വരുന്നത്. ഒരു ബിസിനസ്സുകാരനാണ് വേറൊരു ബിസിനസ്സുകാരൻ്റെ പെയിൻ അറിയുള്ളൂ. മലയാളി പൊളിയാണ്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ലൂപ്പുകൾ കാണും. വൺ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല തുറകളിലുള്ള വ്യക്തികളുടെ തുറന്ന ഒരു സംവാദ വേദി കൂടിയാണ് വൺ സ്റ്റോറി. ഇത്തവണ അതിഥിയായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിൽ ബിസിനസ് രംഗത്ത് വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തന പരിചയമുള്ള ഷാക്കിർ ഹുസൈനാണ്. ഷാക്കിർ ഹുസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പല തുറകളിലുള്ള പല രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് സൗദിയിൽ എങ്ങനെ ബിസിനസ് ആരംഭിക്കാൻ പറ്റും, എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ഏതൊക്കെ മേഖലയിലൂടെ സഞ്ചരിച്ചാലാണ് ഒരു മികച്ച ഒരു ബിസിനസ് സംരംഭം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അവബോധം പകർന്നു നൽകാൻ സാധിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഷാക്കിർ ഹുസൈനെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തിലധികമായി സൗദി അറേബ്യയിലുണ്ട്. ജിദ്ദയിലായിരുന്നു തുടക്കം. വന്നത് സാധാരണ പോലെ തന്നെ ഒരു മലയാളി എത്തിച്ചേരുന്നത് പോലെ തന്നെ ഒരു തൊഴിൽ അന്വേഷിച്ചുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. അതെ, ഞാൻ വന്നത് ശക്തിയിൽ എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ ബിസിനസ്സിനെ കൊണ്ടു നടക്കാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നീട് അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള ബിസിനസ്സിലേക്കും ബൈ ഡിഫോൾട്ട് ഇൻവോൾവ് ആവുക ചെയ്തത്. ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലോ ആണ്. പിന്നെ നമ്മൾ തുടങ്ങി വെച്ച ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് IT കമ്പനി ആയിരുന്നു. അത് പിന്നീട് മാർക്കറ്റിംഗ് കമ്പനിയായി മാറി. അങ്ങനെ ഇപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ ഒരു 4 ഫാക്ടറികളടക്കം 8 വിവിധ മേഖലകളിൽ നമുക്ക് ബിസിനസ് ഉണ്ട് അൽഹംദുലില്ലാ. ഈ അറേബ്യൻ ഹൊറൈസണിലേക്കാണ് ഇപ്പം പിന്നെ ഏറ്റവും കൂടുതൽ വിവിധ കമ്പനികളുടെ ഒരു സമുച്ചയം കൂടി ആയിരിക്കും ഈ അറേബ്യൻ ഹൊറൈസൺ എന്നുള്ള ഈ സ്ഥാപനം. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മളുടെ ഒരു ഫോക്കസ് ഏരിയ? നമ്മൾ മേജറായിട്ടുള്ളത് ഒരു ലോ ഫേം ഉണ്ട്, കോർപ്പറേറ്റ് ലോ ഫേം ഉണ്ട്. അതാണ് നമ്മളൊരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെ ലീഡ് ചെയ്യുന്നത് 2 റിട്ടയർഡ് ജഡ്ജിമാരാണ്. നമുക്കിന്ന് സൗദി അറേബ്യയിലെ എണ്ണം പറഞ്ഞ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾക്കാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാർക്കാണെങ്കിലും ഒരുപാട് നിയമസഹായങ്ങൾ ഏതർത്ഥത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സഹായം നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഈ കമ്പനി സെറ്റപ്പ് സർവീസ് ഉണ്ട്. നമ്മളടുത്ത് FNBയിൽ നമ്മളുണ്ട് ഓൾറെഡി. ജലാറ്റോ ഡിവിനോ എന്നൊരു ഇറ്റാലിയൻ ബ്രാൻഡ് നമ്മളാണ് സൗദി അറേബ്യ അടക്കം ചെയ്യുന്നത്. ത്രൂ ഔട്ട് സൗദി. സൗദി ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, മലേഷ്യ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഉണ്ട് നമ്മളടുത്ത്. നമ്മൾ ഹാർഡ്വെയർ ആണെങ്കിലും ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. പല തുറകളിലാണ്, പല നാനാ തുറകളുണ്ട്. ഞാൻ എന്നെ പറ്റി പറയാറ് അതാണ്, നമ്മളൊരു ഒരു ബിസിനസ്സുകാരനാണ് വേറൊരു ബിസിനസ്സുകാരൻ്റെ പെയിൻ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രാക്ടിക്കലായിട്ട് എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരുമ്പോൾ ഞാൻ എന്നെ പൊസിഷൻ ചെയ്യും, ഞാൻ ആ പൊസിഷനിലാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ അവർക്ക് വളരെ വില പിടിച്ച ഒരുപാട് സംഗതികൾ ഇൻ പ്രോസസ്സിൽ ഒരു ബിസിനസ്സിൽ ഇറങ്ങി വരുമ്പം അയാൾ റണ്ണിങ്ങിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ സൗദി അസോസിയേഷൻ്റെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യുന്നിടത്ത് അവർ വെറുതെ കിട്ടുകയാണെങ്കിൽ എല്ലാം ഇട്ടോ എന്ന് പറയും. കാരണം സൗദിയിലെ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാൻ പൈസ എക്സ്ട്രാ ആവശ്യമില്ല. പക്ഷെ അവിടെ അത്തരം സംഗതികൾ നമ്മൾ അവരുടെ കൃത്യമായിട്ട് അതിൻ്റെ സൗദി അസോസിയേഷൻ പാർട്ട് എന്ത് വരും, അതല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റീസ് കിട്ടിയാൽ നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ ഓൺഗോയിങ്ങിൽ എന്തൊക്കെ ഫേസ് ചെയ്യാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തോളാൻ പറയും. അപ്പോൾ അത്തരം ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്ക് അവർക്ക് ഫ്രം മൈ ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് അവരെ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ തിരിച്ചറിവും അനുഭവങ്ങളും ആയിരിക്കും. ഇപ്പോൾ വലിയൊരു മാറ്റങ്ങളാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ആളുകളുടെ ഒരു ഫോക്കസ് ഏരിയ തന്നെ മാറുന്നുണ്ട്. സൗദിയിലേക്ക് വരുന്നൊരവസ്ഥ വന്നിരിക്കുന്നു, ബിസിനസ് ആയാലും നിക്ഷേപ രംഗത്തായാലും. കാരണം വലിയ രാജ്യമാണെങ്കിൽ പോലും സമീപകാലത്ത് പിന്നെ കൈക്കൊണ്ടിരിക്കുന്ന പരിഷ്കരണങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ ഉദാരമായിട്ടുള്ള നിലപാടുകളൊക്കെയാണ് ആളുകളെ സൗദിയിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ആ മാറ്റം തട്ടിലേക്കും അതേ സ്വഭാവത്തിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഈ ഒരു 2030 ഉള്ളിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളൊക്കെ വെച്ചെടുത്ത് ഏകദേശം 950 ബില്യൺ റിയാലാണ് ഓൾറെഡി പ്രൊജക്റ്റുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് അവസാനം വരുമ്പോൾ അത് താഴെ തട്ടിലെത്തും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അപ്പുറമുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 132 മില്യൺ ആൾക്കാർ ടൂറിസ്റ്റുകളായി വന്നിട്ടുണ്ട്. പിന്നെ ലോകത്ത് എവിടെ ക്രൈസിസ് നടക്കുമ്പോഴും റിസഷൻ എവിടെയൊക്കെ ഉണ്ടായാലും ആൾക്കാർക്ക് ഭക്തി കൂടുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോഴും സൗദി അറേബ്യ എന്ന് പറയുന്നത് ഈ ഒരു 2 ഹോളി മോസ്കിൻ്റെ ഒരു ഇതായതുകൊണ്ട് കൂടി തന്നെ
ഈ മക്കയും മദീനയും ഉള്ളതുകൊണ്ട് ഒരു മിനിമം ഒരു 40 മില്യൺ ആൾ എന്ത് വന്നാലും അവിടെ ഹജ്ജായാലും ഉംറയായാലും വരും. ഇപ്പം ഒരു MBSൻ്റെ മുന്നേയും അതിൻ്റെ ശേഷവും എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ ഒരു MBSന് ശേഷം ആ ഒരു ഇൻഡസ്ട്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹോസ്പിറ്റാലിറ്റി രംഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ ത്രൂ ഔട്ട് ദി ഇയർ സീസണാണ്. മറ്റേതെന്ന് വെച്ചാൽ ഒരു 9 മാസമായിരുന്നു ഉംറ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതില്ല, അതൊരു 11 മാസവും ഉംറ സീസണാണ്. രാജ്യത്തിൻ്റെ ഒരു ഇടവേള മാത്രമാണ്. എക്സാക്ട്ലി. ഇപ്പോൾ ഒരു 8 മില്യൺ ആൾക്ക് അറ്റ് എ ടൈം താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് 30 ആകുമ്പോഴത്തേനും 12 മില്യൺ ആൾക്ക് മക്കത്ത് മാത്രം താമസിക്കാനുള്ള ഫെസിലിറ്റി സൗദി അറേബ്യയിൽ വരും. ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള സംഗതി, ജെഡ്കോ എന്നുണ്ട്, ന്യൂ ജദ്ദ ഡെവലപ്മെൻറ്റ് കമ്പനി എന്നൊരു കമ്പനി ഫോം ചെയ്യുകയും 1875 3, 4, 5 സ്റ്റാർ ഹോട്ടൽസാണ് ഈ ഒരു മേഖലകളിൽ മാത്രം വരാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ വലിയ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അത്ഭുതപ്പെട്ട് സമീപകാലത്ത് ഇപ്പോൾ ഷർഫി ഏരിയയിലൊക്കെ വന്നപ്പോൾ നമ്മൾ തന്നെ മാറിപ്പോയി. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഷർഫിയയുടെ അവസ്ഥ ഒക്കെ അടിമുടി മാറിയിരിക്കുകയാണ്. അത് മാറിയെന്ന് മാത്രമല്ല, ഇപ്പോൾ അവിടെ പുതിയ പ്രൊജക്റ്റുകൾ വന്നു തുടങ്ങി. ഓൾറെഡി ചൈനീസ് കമ്പനികളാണെങ്കിലും കൊറിയൻസ് ആണെങ്കിലും യൂറോപ്പിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ വന്ന് സ്ഥലങ്ങൾ എടുക്കുകയും അവിടെയുള്ള ബാക്കിയുള്ള പ്രൊജക്റ്റുകളും പലതും തുടങ്ങിയതാണ്. ജദ്ദനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മുത്തശ്ശി നഗരം എന്ന് പറയുന്ന ഇതിൻ്റെ മൊത്തം മുഖം മാറാൻ പോവാണ്. അവർ ആ ജദ്ദ എന്നുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ ഏരിയ മാത്രം ആസ് ഇറ്റ് ഈസ് നിലനിർത്തി ഓരോ ഏരിയയിലും ഇപ്പോൾ ഇൻക്ലൂഡിങ് ലിറ്റിൽ ഇന്ത്യ, അങ്ങനെ ഒരു ഇന്ത്യക്ക് ഒരു മുഖം ആ രീതിയിൽ വരിക എന്നുള്ളതാണ് സംഗതികൾ. കാരണം എൻ്റർടൈൻമെൻറ്റ് ഏരിയ മാറുന്നു, അതോടെ ടൂറിസം മേഖല അടിസ്ഥാനപരമായ മാറ്റം, വ്യോമയാന രംഗത്ത് മാറ്റം, ഈ മാറ്റങ്ങളൊക്കെ പോകുന്ന ഇടയിലാണ് ചില തിരിച്ചടികളും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ രൂപപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ അതിപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇത് ഏതെങ്കിലും നിലക്ക് സൗദിയെ ആ സ്വഭാവത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് സത്യത്തിൽ സൗദി അറേബ്യക്ക് സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ലാഭത്തിലാണ് ഓടുന്നത്. കാരണം ഒരു 60 അല്ലെങ്കിൽ $65 പോയിക്കൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെ വില നിങ്ങൾക്കറിയാം. അപ്പം ഇപ്പോൾ അത് 105, 110 എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രം ഡബിളായി ഓൾമോസ്റ്റ്. അതിനേക്കാളപ്പുറം ബാക്കിയുള്ള ഇതെല്ലാം ഇത്രയും ശേഖരമുള്ള രാജ്യങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റാത്ത സൈഡിലാണ് വളരെ ബുദ്ധിപരമായിട്ട് ലോജിസ്റ്റിക് ഹബ്ബ് അവർ ഈ ജദ്ദ യാംബു ടെറിട്ടറിയിലേക്ക് മാറ്റുകയും ഇപ്പം മുഴുവൻ അവിടുന്ന് പമ്പ് ചെയ്ത് പോയിരുന്നത്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ മാസം വെച്ചാൽ 4% കഴിഞ്ഞ വർഷത്തെ ഈ സമയത്തിനേക്കാൾ ഇൻക്രീസാണ് പെട്രോളിൻ്റെ ഓയിലിൻ്റെ ട്രേഡിൽ കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും സൗദി അറേബ്യക്ക് അത് ലാഭം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ലോജിസ്റ്റിക്കിൽ അത്രയും മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. അത്ര വലിയ മാറ്റങ്ങളാണ് ലോജിസ്റ്റിക്കിൽ. പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഈ GCCകൾക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യ ഒരു പ്രത്യേക ഈ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ഒരു ദമാം ബേസ്ഡായിട്ട് ഒരു ലോജിസ്റ്റിക് ഹബ്ബ് GCCക്ക് വേണ്ടി മാത്രമായിട്ട് തുടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 5ഓളം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സൗദി അറേബ്യ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജിദ്ദ ബേസ്ഡ് സംഗതികൾ ഫുൾ സ്വിങ്ങിൽ പ്രവർത്തിക്കുകയും എല്ലാ ക്ലിയറൻസും ദമാമിൽ സ്പോട്ടിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ദമാം കോർഫുക്കാൻ ഒരു കോറിഡോർ സ്പെഷ്യൽ തുറന്നു. അപ്പോൾ ഷാർജ ബേസായിട്ട് സംഗതികൾ സ്പീഡായി പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം മാത്രം 88,105 ട്രക്കുകൾ ഈ റൂട്ടിൽ മാത്രം ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ വോളിയം മനസ്സിലാക്കാം നിങ്ങൾക്ക്. മാത്രമല്ല സൗദി ഗവൺമെൻറ് ചെയ്തൊരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത് പണ്ട് ഈ empty കണ്ടെയ്നർ സൗദി അറേബ്യയിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. 60 ദിവസം വിത്തൗട്ട് ഡെമറേജ് നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ചെയ്യാം. സ്റ്റോറേജ് ഫ്രീ കൊടുത്തു. ഈ ഒരു GCC ഓരോ രാജ്യത്തിനും ഓരോ സ്പെഷ്യൽ സോണുകൾ ഉണ്ടാക്കുകയും, അതായത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റ് GCCകൾക്കും തുണയായി സൗദി നിൽക്കുകയാണ്. ഇപ്പോൾ പണ്ടത് ജബലലി ഉണ്ടായിരുന്ന ആ റോൾ ഇപ്പം ദമാം കിങ് അബ്ദുൽ അസീസ് പോർട്ട് വെച്ചിട്ട് സാധനം ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദുബായിലിരിക്കുമ്പോഴും ഇവിടെ ഒരു ഭക്ഷ്യക്ഷാമോ അല്ലെങ്കിൽ വേറെ എന്തൊരു സാധനം കിട്ടാനുള്ള സ്കേഴ്സിറ്റോ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിൻ്റെ ഒരു ബേസിക് റീസൺ സാഹചര്യത്തിനനുസരിച്ച് സൗദി അറേബ്യ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഈ മാറ്റങ്ങൾ പല തലങ്ങളിലും നടക്കുന്നതൊക്കെ നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരെ അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സൗദി ഇപ്പോഴും എന്താ വലിയ ചിലവേറിയ ഒരു സംഭവമാണെന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ലെവി അഡീഷണലായിട്ട് വരുന്നു, അതോടെ വാറ്റ് UAE നിന്ന് വ്യത്യസ്തമായിട്ട് 15% ഈടാക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രതിസന്ധിയല്ലേ? അത് സത്യത്തിൽ ഒരു മനുഷ്യന് അവൻ അറിയാത്തതിൻ്റെ ശത്രു എന്ന് പറഞ്ഞില്ലേ. അത് നമ്മളൊരു ബിസിനസ്സിനെ കാണുമ്പോൾ അതിൻ്റെ മൊത്തം നോക്കുകയാണെങ്കിൽ
ഇപ്പോഴും സൗദി അറേബ്യ എന്ന് പറയുന്നത് ബർക്കത്തുള്ള മണ്ണാണെന്നാണ് കച്ചവടക്കാർ പറയുക. അത് ബാക്കിയുള്ളവർ പറയുന്നത് ഒന്നുകിൽ അതിന് അറിവില്ലാതെ, അതല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഇനി വേറെ ആൾ വരണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ അതിനൊരു മോശം പറയുന്നൊരു രീതിയും കൂടെ. രണ്ട് സംഭവമുണ്ട്. ഒന്ന്, സൗദി അറേബ്യയിലെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പയറിങ് ടു ദുബായ് 50% കുറവാണ്. ഇപ്പം നമ്മൾ ജിദ്ദ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു ഓഫീസ് റെൻറ്റോ അല്ലെങ്കിൽ ഹൗസ് റെൻറ്റോ നോക്കുകയാണെങ്കിൽ 3-1 ഉള്ളൂ സൗദി അറേബ്യയിൽ. നമ്മൾക്ക് കോസ്റ്റ്ലി എന്ന് പറയുന്ന ഒരൊറ്റ സംഭവമേ ഉള്ളൂ, അത് ലെവിയാണ്. ഈവൺ ഇപ്പോൾ 2 വർഷമായിട്ട് ഇൻവെസ്റ്റർ ലൈസൻസ് പുതുക്കാൻ കാശ് വരെ വാങ്ങുന്നില്ല സൗദി അറേബ്യ. 62,000 റിയാൽ ഒരു വർഷം വാങ്ങിയിരുന്ന സാധനം ഫ്രീ ആണിപ്പോൾ, ഒരു കാശും വാങ്ങാതെ പുതുക്കി കൊടുക്കണം. അപ്പോൾ അത്രയും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ്. പ്രത്യേകിച്ച് MBS ഒരു 1-2 ഘട്ടങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഫോറിൻ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഫോറിൻ കച്ചവടക്കാരനും സൗദി ബിസിനസ്സുകാരും തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, അവർ എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും ഡയറക്റ്റ് നമുക്ക് ട്വീറ്റ് ചെയ്യാം, അതിന് വിത്തിൻ ദ ഷോർട്ട് പീരിയഡിൽ അതിനുള്ള പരിഹാരം ഉണ്ടായിരിക്കും. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ്റെ വലിയൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു, അത് പ്രായോഗികമായിട്ട് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു, അതിനായിട്ടുള്ള ആളുകളെ, പിന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പ്രൊഫഷണൽ മികവുള്ള ആളുകളെ തന്നെ അതിനുവേണ്ടി അണിനിരത്തി. ഇതൊക്കെയും നൽകുന്ന കൃത്യമായ സന്ദേശം. അതോടൊപ്പം തന്നെ വനിതകളുടെ അതുവരെ ഇല്ലാത്ത വിധത്തിൽ തൊഴിൽ രംഗത്തേക്ക് പോലും പിന്നെ സാമൂഹിക മേഖലകളിലേക്ക് വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം കൂടി വരികയാണ്. അതും വിപണിക്ക് വലിയൊരു ഉത്തേജനമായിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഒരു വിമൺ എംപവർമെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ അബ്ദുള്ള രാജാവ് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെ ഇയാൾ അടുത്ത ജനറേഷനെ എങ്ങനെ എംപവർ ചെയ്യുക, എസ്പെഷ്യലി ആ ഒരു 50% ഫീമെയിൽ പാർട്ടാണല്ലോ, അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിൽ ഏറ്റവും വലിയ വിപ്ലവം, അയാൾ ഏറ്റവും കൂടുതൽ പ്രതികൂല സാഹചര്യം നേരിടേണ്ടി വന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ലേഡീസിന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിപ്ലവമാണ് ഉണ്ടായത്. അപ്പം നാട്ടിലെങ്ങനെയാണോ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് പലപ്പോഴും നമുക്ക് ആണുങ്ങളെക്കാൾ പല ഫീൽഡിലും അവരാണ് കൂടുതലുള്ളത്. ഇപ്പം ഒരുപാട് സ്ത്രീകൾ ബിസിനസ് രംഗത്ത് വരെ നന്നായി ഷൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഫോറിൻ ഫീമെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ ഭയങ്കരമായിട്ട് ആ സൈഡിലൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു കോമ്പറ്റിറ്റീവ് മാർക്കറ്റാണ് സൗദി അറേബ്യ. ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സ്വദേശിവൽക്കരണം നേരത്തെ മുതലേ ഇപ്പോൾ താക്കാത്തെന്നൊക്കെയുള്ള ഇന്നും മലയാളി ഒരു പേടിയോടുകൂടി കേൾക്കുന്ന ഒരു പദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ വരുന്ന സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ശതമാനം സ്വദേശിവൽക്കരണം വേണം, അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ? അത് സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൗദിനെ സ്റ്റാഫ് വെക്കാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുന്നത്. കാരണം ഈ ലെവി അതല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതി. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എൻ്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് 5 മാസമായിട്ട് എൻ്റെ ബെസ്റ്റ് എംപ്ലോയി എന്ന് പറയുന്നത് ഒരു സൗദി പയ്യനാണ്. മൊത്തം ഒരു മലയാളികളുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ ഇവന്മാർ പണിക്ക് വെച്ചിട്ട് കാര്യമില്ല, ചെയ്യൂല, അവരെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും കൊടുക്കണം നല്ലതെന്നൊക്കെയുള്ള ആ ഒരു മുൻവിധി നമ്മൾ രൂപപ്പെടുത്തിയത് ശരിയല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളാണെങ്കിലും നന്നായി അധ്വാനിക്കുന്നുണ്ട്, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അവർക്ക് നമ്മൾ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ കുറേ ഒരു മുൻവിധികളായിരിക്കും ഉണ്ടാക്കിയെടുത്തൊരു ചിത്രം ഉണ്ടല്ലോ. ഇപ്പോൾ സൗദിയാണ് രാജ്യം എന്നൊക്കെ മലയാളി പണ്ടേ കേട്ട് ശരിയാണ് നിയമം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും തടസ്സം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം അറേബ്യൻ ഹൊറൈസൺ എന്നുള്ള സ്ഥാപനം ഇപ്പം ചെയ്യുന്ന പ്രധാനപ്പെട്ട ദൗത്യം എന്നത് പുറമേ നിന്നുള്ള സൗദിയിൽ താല്പര്യമുള്ളവർക്ക് ബിസിനസ്, അപ്പോൾ അവർ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ അവർ ചെയ്യേണ്ട ആദ്യ കാര്യങ്ങൾ എന്താണ്? അത് നമ്മൾ ബിസിനസ്സിൽ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇഫ് യു പ്ലാൻ ടു ഫെയിൽ ടു പ്ലാൻ എന്നാണല്ലോ. അതേപോലെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുക, യഥാർത്ഥ ഒരു മാർക്കറ്റ് സർവേ നടത്തുക. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ആ ഏരിയനെക്കുറിച്ചും അവിടെ എന്ത് പോകും അല്ലെങ്കിൽ അവിടെ ഏത് രീതിയിലാവണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാർക്കറ്റ് സ്റ്റഡിയും റിസർച്ചും കൃത്യമായി പഠിച്ചു വന്നാൽ, ഞാനിപ്പോഴും പറയുന്നത് എനിക്ക് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ഉണ്ട്, സൗദി അറേബ്യയിലുണ്ട്, അതേപോലെ UAE-യിലുള്ള ഒരാളാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഞാൻ പറയുന്നത് സ്റ്റിൽ സൗദി അറേബ്യ ബർക്കത്തുള്ള മണ്ണാണ്. അവിടെ നമ്മൾ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ബാക്കി ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണത്. ഈ SME സെക്ടറിനൊക്കെ എപ്പോഴും സാധ്യതകളുണ്ട് അവിടെ? ഒരുപാട് സാധ്യതകളുണ്ട്. സാധ്യതകളില്ലാത്തൊരു സെക്ടർ നമുക്ക് പറയാനില്ല അവിടെ. ഇപ്പം ലോജിസ്റ്റിക് ആണെങ്കിൽ അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ ഇതിനൊക്കെ ഇനി ഒരു വലിയ ഡിമാൻഡുകൾ വരികയാണ് അവിടെ.
അവിടെയാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. അതേപോലെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് നെറ്റ്വർക്കുള്ള സ്ഥാപനങ്ങളുണ്ടാകും. അവർ യു എയിൽ മാത്രം പരിമിതമായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോൾ സൗദി പോലുള്ള വലിയൊരു രാജ്യത്തേക്ക് പ്രവേശിക്കണം എന്നുണ്ട്. അത്തരം ആളുകൾക്ക് എന്താണ് ഒരു നിർദ്ദേശം നൽകാനുള്ളത്? അതിൽ ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനോടും ഫ്രണ്ട് സർക്കിളിനോടും പറയുന്നത്, നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു പാർട്ട് ടൈമറായിട്ട് വരരുത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തമ്പടിക്കണം. കാരണം മിനിമം ഒരു വർഷം നിങ്ങൾക്ക് ആ ഒരു കൾച്ചറിൽ നിങ്ങൾ സിങ്കാവാൻ വരും. പലരും നമ്മൾ ഈ സോ കോൾഡ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ അവിടെ പോയി പെട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ വെച്ചാൽ, അയാൾ ഇവിടെ ഒരു രാജാവായിരിക്കും, അവിടെ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു ആളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് നീ തുടങ്ങിക്കോന്ന് കണ്ട് തുടങ്ങും. അതിൽ കറക്റ്റാണ് ഈ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പ്ലാൻ വേണം. നമ്മൾ മാർക്കറ്റിനെ കുറിച്ചുള്ള റിസർച്ചും ഡാറ്റ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. പൂർണ്ണ പങ്കാളിത്തം. സിൻസിയറായിട്ട് മിനിമം നിങ്ങൾ ഒരു വർഷമെങ്കിലും നിന്നല്ലാതെ നിങ്ങൾക്ക് സൗദി കൾച്ചറിനെ കുറിച്ചോ ആ ഒരു രീതിയിലോ ഒരു ഫുൾ സിങ്ങിൽ. വേറെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ബില്യണർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ സൗദി അറേബ്യയിൽ തുടങ്ങുമ്പോൾ വളരെ ലോ പ്രൊഫൈൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിത്തിൻ ഒരു സർട്ടൻ പീരിയഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കാശ് തന്നെയാവാം. ഇതിപ്പോൾ അറേബ്യൻ ഹൊറൈസൺ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ വന്ന് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുക മാത്രമാണോ, അതല്ല അതിൻ്റെ ലോങ് ടേമിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനും ഒക്കെ അവർക്ക് മുമ്പിൽ വെക്കുന്നുണ്ടോ? അല്ല, നമ്മളെ ക്ലയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പാർട്ണറാണ് അവരുടെ. ഓൺ ഗോയിങ്ങിൽ അവർക്ക് നമ്മളെ പല ആവശ്യങ്ങളുണ്ട്. ഈ പറയുന്ന സൗദി അസോസിയേഷൻ മാത്രമല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു കോർപ്പറേറ്റ് ലോ ഫേം നമ്മളെ കൂടെ ഉള്ളതോട് കൂടിയിട്ട് അവർ പോകുന്ന പോക്കിലൊക്കെ നമ്മൾ തുടരെയുള്ളൊരു പങ്കാളിയായിട്ടാണ് നമ്മളവിടെ വരുന്നത്. ഇപ്പോൾ ജിദ്ദയിൽ ഇപ്പോൾ 2025 ജിദ്ദ ചേംബറിൻ്റെ ഇതിലേക്ക് അതിൻ്റെ എക്സിബിഷൻ ഇവൻ്റ് കമ്മിറ്റിയിലേക്ക് പിന്നെ സാക്കിർ ഹുസൈനും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ വളരെ ചുരുങ്ങിയ മെമ്പർമാർ മാത്രമേ ഉള്ളതാണ്. അന്ന് അത്ഭുതപ്പെടുത്തിയ ഒരു മലയാളിക്കൊക്കെ ഇത്ര ഒരു പരിഗണന ഒക്കെ അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. സാധാരണ സ്വദേശികൾക്ക് മാത്രം ഒരു റിസർവ് ചെയ്ത ഏരിയകളാണ് ഇത്തരം സമിതികളൊക്കെ. ഇപ്പോൾ സമീപകാലത്താണെങ്കിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതൊരു വലിയൊരു അംഗീകാരമായിട്ട് തോന്നുന്നില്ലേ? എന്നെ അനുമോദിച്ചവർ പറഞ്ഞത് നമ്മൾ ഇന്ത്യക്കാരനെയാണ് നീ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളതിനകത്തുള്ള ഞാനതിനെ എടുക്കുന്നത് ഒരു വേറെ രീതിയിലാണ്. ഒന്ന് ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്കുള്ള പരാതികളോ അല്ലെങ്കിൽ അയാൾക്കുള്ള പുതിയ എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അവർ നമ്മളങ്ങനെ തന്നെയാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് നമ്മൾ എത്രമാത്രം ഫോറിൻ ഇൻവെസ്റ്ററിനെ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നതെന്നുള്ള അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഒരു ഷാക്കിർ ഹുസൈൻ അതിനകത്തേക്ക് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോള്യൂം എത്ര വേണ്ടി വരും ഒരു സാധാരണഗതിയിൽ ഒരു ബിസിനസ് സംരംഭമൊക്കെ അവിടെ കെട്ടിപ്പടുക്കാൻ? അവിടെ നോർമലി ഒരു 100,000 ഒരു ലക്ഷം റിയാൽ ഉണ്ടെങ്കിലും മതി. ബിസിനസ് നമ്മൾ ക്യാപിറ്റൽ അത്രേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വലിയൊരു എക്സ്പെൻസീവ് അല്ല കമ്പയറിങ് ടു ദുബായ് അല്ലെങ്കിൽ ഖത്തർ നോക്കുമ്പം സൗദി അറേബ്യ വളരെ ചീപ്പാണ് ആ അർത്ഥത്തിൽ. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പേപ്പറിൽ നീന്തം പഠിക്കാതെ അതിൽ ചാടിയെങ്കിലാണ് അറിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനകത്ത്. നമ്മൾ എടുത്ത് ചാടാനുള്ള ഒരു റിസ്ക് ഫാക്ടർ അത് എടുക്കാനുള്ളൊരു മിനിമം സംഗതി വേണം. പിന്നെ എന്ത് ബിസിനസ് ആണെങ്കിലും ലൈഫിൽ എന്താണെങ്കിലും നമ്മളൊരു പ്ലാനിങ് വേണമെന്ന് പറഞ്ഞ പോലെയുള്ള ആ ബേസിക് സംഗതികളുണ്ടെങ്കിൽ സൗദി അറേബ്യ നിങ്ങൾക്ക് ബാക്കി ഏത് രാജ്യത്തിനേക്കാൾ GCCയിൽ ഏത് രാജ്യത്തെ ബിസിനസ് അത്രയും കോമ്പറ്റീഷനും കുറവാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങുന്നു, പൊട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ UN സംബന്ധിച്ചിടത്തോളം പൊട്ടിപ്പൊളിയുന്നത് ആരും കാണില്ല. നമ്മൾ സക്സസ് സ്റ്റോറിയാണ് കാണുന്നത്. എല്ലാവരും യൂസുഫ് അലി സാഹിബിനെയും അല്ലെങ്കിൽ ആസാദ് മൂപ്പനെയും അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ ഒരു 70% ആൾക്കാർ വന്ന് പൊളിഞ്ഞ് ഒന്നുമില്ലാതെ പൊട്ടി പാളിസായി പോകുന്നുണ്ട്. ആ ഒരു റേഷ്യോ സൗദി അറേബ്യയിൽ കുറവായിരിക്കും. അവിടെയാണ് അതിന് വ്യത്യാസമുള്ളത്. എന്നാലും ഒരു മലയാളി ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ അവിടെ വന്ന ഒരാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയായിരിക്കും സ്റ്റാർട്ട് ചെയ്താൽ? ലീഗലാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതികൾ. നമ്മൾ ഇപ്പം വാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ടാക്സേഷൻ സംഗതികളൊക്കെ അതിൽ നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ചെറിയ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റ പെർഫെക്റ്റായിട്ട് നമ്മൾ നടന്നിരുന്നു. അതെ, മുമ്പ് വാറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള അതിന് ശേഷം വാറ്റ് വന്നപ്പോഴും ഒരുപാട് ആൾക്കാർ ആ 15% മാത്രം ലാഭം എടുത്തിട്ട് വാറ്റ് വെട്ടിച്ച് കൊണ്ടു നടന്നു. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായി എല്ലാ ഇൻവോയ്സിനും QR കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ കുറവാണ്. പക്ഷേ എന്നാലും മലയാളി പൊളിയാണ്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ലൂപ്പോൾ കാണും ആണ് ഒഫീഷ്യലി പറയുകയാണെങ്കിൽ. പക്ഷെ നേരെ പോവുകയാണെങ്കിലാണ് ഈ സാധ്യതകൾ ശരിക്കും പ്രയോജനപ്പെടുത്താനും സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് സംരംഭം എന്നുള്ള നിലക്ക്. എൻഡ് ഓഫ് ദി ഡേ മനസ്സമാധാനമായിട്ട് ഉറങ്ങലാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്.
അതുണ്ടാവണമെങ്കിൽ നമ്മളെപ്പോഴും കുറച്ചും കൂടി ക്ലീൻ ആവുക എന്നുള്ളത് തന്നെയാണ്. ദുബൈൻ്റെ ഒക്കെ UAE ഒക്കെ ഏറ്റവും വലിയൊരു മികവായിട്ട് പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ തോതിൽ തന്നെ ഒരുപാട് വിമാനത്താവളങ്ങളും മെട്രോയും സംവിധാനങ്ങളും ഒക്കെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും സൗദി ആ അർത്ഥത്തിലുള്ള മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സൗദി അറേബ്യ. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു UAEയും സൗദിയും തമ്മിൽ കമ്പാരിസൺ ഞാൻ പറഞ്ഞില്ലേ, അത്രയും വലിയൊരു രാജ്യം. അപ്പോൾ അതിൻ്റേതായ വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂടെ കാണണം. നിങ്ങൾ ഇവിടെ ഒരു ചെറിയ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 400 കിലോമീറ്ററുള്ള സ്ഥലവും അല്ലെങ്കിൽ 1400 കിലോമീറ്റർ ജിദ്ദയിൽ നിന്ന് ദമാമിൽ എത്തണമെങ്കിൽ 1450 കിലോമീറ്റർ ഓടണം. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് 7 പ്രാവശ്യം ദുബായിനെ ഫലം വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഇപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ ആണെങ്കിൽ അല്ലെങ്കിൽ റോഡിൻ്റെ സംഗതി ആണെങ്കിൽ പാലങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പ്രത്യേകിച്ച് A ക്ലാസ് B ക്ലാസ് സിറ്റികളിൽ അവർ സെലക്ട് ചെയ്തിട്ട് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. വലിയ വലിയ റോഡുകൾ ഇപ്പം ജിദ്ദയിൽ മെട്രോ വരാൻ പോകുന്നുണ്ട്. ഇപ്പം ഹറമീൻ റെയിൽ ഓൾറെഡി ഫുൾ സിങ് ആയി മാറി. ഇനിയിപ്പോൾ അവർ വരാൻ പോകുന്നത് ജിദ്ദ ടു റിയാദ് ഹൈ സ്പീഡ് റെയിൽ വരാൻ പോകുന്നതാണ്. 2.5 മണിക്കൂർ കൊണ്ട് റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് റിയാദിലേക്കും പോയി വരാൻ പറ്റുന്ന സാധനം വരുന്നുണ്ട്. അതിനേക്കാളപ്പുറം അടുത്ത വർഷത്തിനുള്ളിൽ ജിദ്ദ മക്ക ജിദ്ദ മദീന കണക്ട് ചെയ്ത് തബൂക്ക് വഴി സിറിയ ജോർദാൻ തുർക്കി വരെയുള്ള റെയിൽപാതനെ കുറിച്ചിട്ടുള്ള സീരിയസ് പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 30 കൊല്ലത്തെ അനുഭവത്തിലൂടെ നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ, അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ആ മോൾഡ് ചെയ്തതിനനുസരിച്ച് നമ്മളുടെ ബിസിനസ്സിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇനിയും അറേബ്യൻ ഹൊറൈസണിൻ്റെ അടുത്ത പദ്ധതികളൊക്കെ ആ സ്വഭാവത്തിൽ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ വളരെ ഒരു 1000 റിയാലിന് ശമ്പളത്തിന് പണിയെടുത്തൊരു മനുഷ്യനാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് അൽഹംദുലില്ലാ ഈ ലെവലെത്തി. ഇനിയിപ്പോൾ നമ്മൾ സ്വയം ഇപ്പോൾ അറേബ്യൻ ഹൊറൈസനെ സംബന്ധിച്ചുള്ളത് ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒന്ന് റിയൽ എസ്റ്റേറ്റാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഫീൽഡുള്ളത്. പിന്നെ റീയൂസബിൾ എനർജിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഒരു സംഗതിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ റിയാദ് ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനം സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ബഡ്ജറ്റും അതിനകത്തുണ്ട്. അപ്പം അത്തരം സംഗതികളൊക്കെയാണ് നമ്മൾ ഇനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഈ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കൂടുകയാണ്. കാരണം ഒരു മലയാളി ഒട്ടും മോശമല്ല, ഒരുപാട് സാധ്യതകൾ അവനെ കാത്ത് ഇനിയും സൗദിയിലൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരാൻ അറേബ്യൻ ഹൊറൈസൺ പോലുള്ള സ്ഥാപനങ്ങൾ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാക്കിർ ഹുസൈൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മലയാളി നമ്മുടെ സാധ്യതകൾ തിരിച്ചറിയുകയാണെങ്കിൽ ഈ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് മാത്രമാണ് സാധിക്കുക. അല്ലെങ്കിൽ നമുക്കാണ് കൂടുതൽ സാധ്യതകളുള്ളത്. അതിലേക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം നമ്മൾ മൊത്തം ഒരു സിനിക്കൽ കാഴ്ചപ്പാട്, ഇതൊന്നും നന്നാവില്ല, ശരിയാവില്ല, സൗദി ഇത് വേണ്ടത്ര മുന്നോട്ട് പോകില്ല എന്നൊക്കെ ഉള്ള ഇപ്പോഴും നമ്മളുടെ മാനസികാവസ്ഥ വളരെ പരിമിതമാണ്. പക്ഷേ അടിത്തറയിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇനിയും മുന്നോട്ട് പോകാൻ മലയാളിക്ക് സാധിക്കണമെന്നും കൂടിയല്ലേ സക്കീറിന് പറയാൻ? തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ചാൻസുകൾ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ട്. അവിടെ ഒരു വലിയ ലോകമാണ് സൗദി അറേബ്യ. പിന്നെ നമ്മൾ ഈ ടെമ്പററി ആയിട്ട് ആലോചിക്കുന്നത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഇനി വലിയ ബുദ്ധിമുട്ടായിരിക്കും ഗൾഫ് എന്നൊക്കെ ഉള്ള അങ്ങനെയല്ലല്ലോ. കാരണം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മൾ കൂടുതൽ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. ആ സാധ്യതകളിലേക്ക് നമ്മളെ തന്നെ ഇറക്കി നിർത്തേണ്ടി വരും. അങ്ങനെയാണ് വിജയിച്ച എല്ലാ ബിസിനസ്സും. ഇപ്പോൾ 90-ൽ കുവൈത്ത് യുദ്ധം വന്നപ്പോൾ ഗൾഫ് തീർന്നു എന്ന് കരുതി ഒരുപാട് പേര് നാട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ ആ സമയത്ത് പിടിച്ചു നിന്നവരാണ് പിന്നീട് വിജയം കൈവരിച്ചതും 10,000-ങ്ങൾക്ക് ജോലി കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ആ സ്ഥാപനങ്ങൾ വളർന്നത്. അപ്പോൾ ഇതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ ചെറിയ തോതിലുണ്ടാവും, ഇല്ലാന്ന് നമ്മൾ പറയാനില്ല. പക്ഷേ ആ പ്രതിസന്ധിക്ക് അപ്പുറത്ത് വലിയ സാധ്യതകളുണ്ടെന്നും കൂടി മലയാളി മനസ്സിലാക്കണമെന്നും കൂടിയല്ലേ? ഓരോ പ്രശ്നങ്ങളും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞില്ല നേരത്തെ ലോജിസ്റ്റിക്കിൻ്റെ കഥ. ലോജിസ്റ്റിക് ലോകം മുഴുവൻ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴും MA യൂസുഫ് അലി പറയുന്നുണ്ട് നമുക്കിവിടെ ഭക്ഷണത്തിനൊരു കുറവ് വരില്ല, ഒരു പ്രശ്നം വരില്ല എന്നുള്ളത്. അത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് സൗദി അറേബ്യയുടെ ഈ ഒരു അവസരത്തിനൊത്തിട്ട് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ബാക്കി രാജ്യത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഓരോ പ്രശ്നവും നമുക്കൊരു അവസരമാണ്. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അതാണ് കാണേണ്ടത്. അപ്പം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മുങ്ങി താഴാതെ പെട്ടെന്ന് എങ്ങനെ നീന്തി കയറി അടുത്ത പരിപാടി നോക്കാമെന്നല്ലാതെ. അപ്പോൾ ഇവരൊക്കെ ഇത്തരം ആൾക്കാരനൊക്കെ സൗദി അറേബ്യ രണ്ടും കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞു വെക്കാനുള്ളത്. വലിയ സാധ്യതകൾ മുമ്പിലുണ്ട്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ നിക്ഷേപത്തിലേക്ക് താല്പര്യമെടുക്കുന്നവരൊക്കെ ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. സ്വാഭാവികമായിട്ടും അറേബ്യൻ ഹൊറൈസൺ പോലുള്ള സംരംഭങ്ങൾ അവിടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഗൈഡൻസ് നൽകാൻ എന്നും ഉണ്ടാവുമെന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്.